ഇവരെതിരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്താ ഇത്രയ്ക്ക് സംസാരിക്കാൻ? ഇനി നമ്മൾ ചെയ്തത് വല്ലതും? അതൊന്നും ഒരിക്കലും പറയില്ല. അന്ന അവിടെ പരീക്ഷ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതല്ലേ. ഒരു സ്റ്റുഡന്റിന് ഇങ്ങനെ വന്നാ കൂടെ വന്നേ പറ്റൂ. ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു. കണ്ട ഉടനെ തൂക്കിയെടുത്ത് വണ്ടി കയറ്റി കൊണ്ടുപോയാൽ മതിയായിരുന്നു. നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ തൽക്കാലം അവളെ അവളുടെ വഴിക്ക് വിട്ട് പിന്നാലെ നമ്മൾ നടക്കേ നിവർത്തിയുള്ളൂ. ഒരുപക്ഷെ നീ ഇന്ന് അവിടെ എടുത്തു ചാടിയപ്പോ ഉണ്ടായ സ്ട്രെസ് ആവാം അവളുടെ പെട്ടെന്നുണ്ടായ വീഴ്ചയ്ക്ക് പോലും കാരണം. എന്ന് വെച്ച് എത്ര നേരിയാ നമ്മൾ അയഞ്ഞു കൊടുക്കുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഞാനാവാനേ പറ്റൂ. ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ അവൾക്കുണ്ടാവുന്ന ഫിസിക്കൽ മെന്റൽ പ്രശ്നങ്ങളൊക്കെ ആത്യന്തികമായി നമുക്കാണ് നഷ്ടം ഉണ്ടാക്കുക. ഇനിയിപ്പോ ഇന്നത്തെ പരീക്ഷ എഴുതാൻ പറ്റാത്തതിന് അവൾക്ക് എത്ര പ്രയാസം ഉണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയണം. പാവം കൊച്ച്. ഓഹോ, എന്ന് മുതലാ ചേച്ചി മറ്റുള്ളവരുടെ മനസ്സിലാക്കി കയറി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്? എനിക്ക് പിന്നെ ഇതിനൊന്നും ഇറക്കി പുറപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാനും ഒരു അമ്മയല്ലേടാ. ഇപ്പൊ സ്വന്തം മകന് വേണ്ടി ഏറ്റെടുത്ത ബാധ്യതയാണെങ്കിലും ഒരു പെണ്ണെന്ന നിലയിലും ഒരമ്മ എന്ന നിലയിലും എനിക്കും ഉണ്ടാവില്ലേ ചില വികാര വിചാരങ്ങൾ. ഓഹോ, അത് ശരി. അപ്പൊ ചൗധരിയമ്മയോ? ചേട്ടത്തി പട്ടാള ചിട്ടയിൽ ജീവിച്ച പകുതി ആണാ. മക്കളും ഇല്ല. ഞാനങ്ങനെയല്ല. സ്വന്തം കാര്യത്തിന് വില്ലത്തരം കാണിക്കുമെങ്കിലും എന്നിലെ സ്ത്രീയെ മറന്ന്. ഓ മതി മതി, അവര് വരുന്നുണ്ട്. ഒന്ന് ബലം പിടിച്ച് നിൽക്കാൻ നോക്ക്. ഡോക്ടർക്ക് വലുത് വിസ്മയ മോളാണോ അതോ സ്വയം പ്രസവിച്ച റെബേക്ക മോളാണോ വലുത്? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടത്തിക്കഴിഞ്ഞു അല്ലേ? ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. ഷീ ഈസ് പ്രഗ്നന്റ്. അതൊന്നും നീ അറിയേണ്ടതില്ല. നിനക്കതിലൊന്നും ഒരു പങ്കുമില്ലെന്ന് സ്വയം കരുതി മാറി നിന്നാ മതി. തെറ്റ്. നേരിട്ട് സമ്മതിച്ചില്ലെങ്കിലും എനിക്കിതിലൊരു പങ്കുമില്ലെന്ന് മഹേശ്വരിക്ക് പറയാൻ പറ്റുമോ? ഞാനൊരൊറ്റയാള് കാരണ അവള് നിങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടത്. നിങ്ങളിങ്ങനെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തീരുമാനിച്ചാ ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാനില്ല. പക്ഷേ ഞങ്ങളുടെ വഴിയിൽ വിലങ്ങുതടയായി വരരുത്. അങ്ങനെ വന്നാൽ ഇനി എന്തായിട്ടെന്താ? നിങ്ങൾ ഉദ്ദേശിച്ചൊക്കെ നിങ്ങൾ നേടിയില്ലേ? ഉള്ളിൽ എത്ര സന്തോഷിച്ചാലും നിങ്ങൾ ഒന്നോർത്തോ, എന്റെ മോളെ പോലെ മെഡിസിൻ പരീക്ഷ എഴുതേണ്ടവളായിരുന്നു വിസ്മയ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കിയത്. കയ്യിലുള്ള കാശ് വെച്ച് നിങ്ങൾക്ക് എന്തും നേടാം. അധികാരം വിലയ്ക്ക് വാങ്ങി എന്നെ ഒതുക്കി നിർത്താം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിനൊക്കെ അവളോട് തന്നെ സമാധാനം പറയേണ്ടി വരും മഹേശ്വരി. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നേടിയതൊന്നും നിനക്ക് ഈ ജന്മത്തിൽ ഗുണം ചെയ്യില്ല. ഓർത്തോ അത്. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.